അതിരാവിലെ ഞാൻ വന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. പതിവ് പോലെ വലിയ തിരക്കൊന്നുമില്ല, ലേശം ചെറിയ തിരക്കേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഓടി മാറുന്നു. പേടിച്ചിട്ടാണോ എന്താണോ, ട്രെയിൻ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ചങ്ങായി ആരാന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ നേരം എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഒറ്റ ഓട്ടം അങ്ങ് ഓടി. എനിക്ക് തോന്നുന്നു ചിലപ്പം ട്രെയിനിൽ സീറ്റ് പിടിക്കാൻ വല്ലതും പോയതായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ ഭാഗ്യത്തിന് പരിചയമുള്ള ആരുമില്ല. അപ്പം തന്നെ ഞാനൊരു ചെറുക്കൻ്റെ കൂട്ടത്തിൽ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി. ഈ ചെറുക്കൻ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പയ്യൻ എന്തോ ലോങ് യാത്ര ചെയ്താണ്ട് പോവാണെന്ന് തോന്നുന്നു. ബാക്ക് പാക്ക് ഒക്കെ ഉണ്ട്. എനിക്ക് സീറ്റ് കിട്ടി. സൈഡിലോട്ട് നോക്കി ട്രെയിൻ എടുത്ത് കണ്ടോ. ഇന്ന് കള്ള ടിക്കറ്റ് എടുത്ത് കയറിയവർക്കെല്ലാം നല്ല ലോട്ടറിയാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ട്രെയിനിൽ പിന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലവർ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു, ചിലവർ പുസ്തകം വയ്ക്കുന്നു, ചിലവർ കടല വയ്ക്കുന്നു. ഇതെല്ലാം അവരുടെ ജീവിത മാർഗങ്ങളാണ് കേട്ടോ. ചിലവർ വായി നോക്കുന്നു, ചിലവർ കള്ളവണ്ടി കയറുന്നു. അവരെ പിടിക്കാനായിട്ടാണ് TTR. ഇന്ന് കള്ളവണ്ടി കയറിയവർക്കെല്ലാം നല്ല ലോട്ടറിയാണ്. ഇവരെ കണ്ടില്ലെങ്കിൽ എന്തോ ട്രെയിൻ യാത്ര കംപ്ലീറ്റ് ആകാത്തൊരു ഫീലാണ്. ഇവിടെ ചിന്നപ്പിളിയൊക്കെ കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ആ കാപ്പി എടുത്ത് ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യണം, അവിടെയും കഴിക്കണം. ഞാൻ ഇറങ്ങാനുള്ള സ്ഥലമെത്തി കേട്ടോ, മലപ്പുറം. ഹലോ ദേ, ഹായ്. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. പക്ഷെ എന്തിനാ പോകുന്നതെന്നുള്ളത് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഭക്ഷണം കഴിച്ചു, ഞാൻ നേരെ ലൊക്കേഷനിലോട്ട് പോയി. ഇനിയുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ. അണ്ടിൽ ദെൻ ബൈ.